Hello guys, welcome to our channel at GRB വീഡിയോസ് 8068 എന്നാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പേര് വരുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലിലേക്ക്. ഇന്ന് ഞങ്ങൾ ഒരു ടെമ്പിൾ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതേ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ വരുന്ന ഒരു ഇതൊന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റായി. ഒരു 10 മണി കഴിഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അമ്പലം അടയ്ക്കുമോ എന്നുള്ളൊക്കെ ഒരു നെർവസിങ് മൈൻഡിലാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടി പോരുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് എടുത്തു, വീടിൻ്റെ അടുത്തുനിന്ന് എടുത്തു. പിന്നെ ഇപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പൊക്കെ ഒന്നുകൂടി നമ്മുടെ അമ്പലവും കാര്യങ്ങളൊക്കെ നന്നായി ടാറിങ്ങൊക്കെ ആയിട്ട് നല്ല സെറ്റ് ചെയ്ത് ഈ ഒരു സ്ഥലം ഇപ്പോൾ ഞാൻ പാർക്ക് ചെയ്ത ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇത് ഒളരിയിൽ വരുന്ന ഒളരിക്കര ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചന്ദനം വയ്ക്കുന്ന എന്താ കാണിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറിയിട്ട് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുത് കഴിഞ്ഞു. തൊഴുതിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വീഡിയോ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ അതേ ബദ്രിയുടെ ചന്ദനം വയ്ക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വയ്ക്കുകയാണ്. അപ്പം അവൻ പറഞ്ഞു, കുറച്ച് തമാശയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതാണ് ഈ ചെറിയ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന കേട്ടോ ഫേസ്. പിന്നെ എന്തിട്ടാ, അപ്പം ഞങ്ങളവിടെ പോയി നല്ല രീതിയിൽ നമുക്ക് തൊഴാനൊക്കെ സാധിച്ചു. പിന്നെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് റീച്ചായി വരണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട്സാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇപ്പോൾ ബദ്രി തൊഴുന്നൊരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ബാക്കോട്ട് ഇങ്ങനെ വന്ന് അമ്പലം ചുറ്റുകയാണ്. അപ്പോൾ അതിൽ മോനതൊരു വെർട്ടിക്കൽ ടൈപ്പിലാണ് എടുത്തത്. ബദ്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേ നമ്മൾ തൊഴുത് കഴിഞ്ഞു വന്നു. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇവിടെയാണ് ഒളരി അമ്പലത്തിലെ എല്ലാ പരിപാടികളും വരുമ്പോഴും പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ്, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. ബദ്രിയും അവിടെ തന്നെയാണ് കൊട്ട് പഠിക്കുന്നത്. അവൻ്റെ കൊട്ടിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഇവിടെയാണ് അപ്പോൾ മോനും പഠിക്കുന്നത്, കൊട്ട് പഠിക്കുന്നുണ്ട്. അവൻ്റെ പഞ്ചാരി കഴിഞ്ഞു, ഇപ്പോൾ തായമ്പകയാണ്. ഇപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ദൈവത്തൊന്നുകൂടി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. മോൻ വീണ്ടും ഒന്നുകൂടി എടുക്കുന്നുണ്ട്. തിരിച്ച് ഞാനിവിടെ വന്ന് വീണ്ടും ഒന്ന് ചന്ദനം വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് 10-13 വർഷത്തോളമായി അമ്പലത്തിൽ വന്നു പോകുന്നു. പക്ഷേ എനിക്ക് ഇന്ന് നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ളൊരു കെടാവിളക്കുണ്ട്. അവിടെ വന്ന് തൊഴുത ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ കെടാവിളക്ക് ഞാനിങ്ങനെ തൊട്ട് തൊഴാറുണ്ട്. ഇന്ന് തൊട്ട സമയത്ത് എനിക്ക് അവിടെ നിന്ന് നമ്മൾ വിളക്ക് കത്തുമ്പോൾ കിട്ടുന്ന നമുക്കൊരു കരി പോലൊരു ഇതില്ലേ, അതിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും തൊട്ടു, മോനും വെച്ചു കൊടുത്തു. അതെന്തോ ഒരു അനുഗ്രഹം പോലെ ഞാൻ മനസ്സിൽ കാണുന്നു. അപ്പോൾ നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ മോൻ വല്ലാണ്ട് വൈഡ് ചെയ്ത് എടുത്തിട്ടില്ല, വീഡിയോസ് ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രകൃതി ആയിട്ട് ഒരുക്കുന്ന ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒളരി അമ്പലത്തിൻ്റെ എൻ്റെ ബാക്ക് സൈഡിൽ നോക്കി നോക്കൂ, കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇതേ കണ്ടോ, ആ ഒരു ഭംഗിയുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്ന വീഡിയോയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ ഇനി കാണുമ്പോൾ ആ വഴി ഞാൻ വരുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ അത് വ്ളോഗ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് 2 സൈഡുണ്ട്, ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. നല്ലോണം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഇതിലൊരു ഗുട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിഷുവിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഒരു കൊല പോലും നമുക്ക് കിട്ടത്തില്ല, നമുക്ക് കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം തന്നെ എല്ലാം പ്രകൃതിയിൽ റെഡി ആയിരിക്കുകയാണ് വിഷുവിന് വേണ്ടിയിട്ട്. കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇന്നിപ്പം March 31 അപ്പോൾ പിന്നെ ഒരു 14 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ അവിടെ എല്ലാം മൊട്ടടിച്ച് കളയും. അത് നമ്മുടെ എന്താ പറയുക, ആൾക്കാർ പൊട്ടിച്ചുകൊണ്ട് പോകുന്നതാണോ എങ്ങനെയെന്നുള്ളത് മനസ്സിലാവില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു മരം ഫുള്ള് സീറോ ആയിട്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിൽ ഇല പോലും ഉണ്ടാവില്ല. അതാണ് അവരുടെ അവസ്ഥ. ഇപ്പോൾ നമ്മളിവിടെ ഒളരി സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ നമ്മുടെ പള്ളി, ഫസ്റ്റൊക്കെ നമുക്ക് പള്ളി എന്ന് പറയായിരുന്നു. ഇപ്പോൾ അവിടെ പള്ളിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് പള്ളി കാണാൻ പറ്റാത്ത. ഇപ്പോൾ അതേ സെൻറ്റർ നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ അവിടെ കാണാൻ ഒരു പണിക്കാരെ പോലെ ഇല്ല. പിന്നെ എങ്ങനെയാണോ ഒരു പള്ളി പണിയണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് ബദ്രിക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ. എപ്പോഴും പോകുമ്പോൾ പറയാറുണ്ട് പുള്ളി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ആൾ ഒരുപാട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതേ ഒരു വണ്ടിയുടെ പിന്നിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ആൾട്ടോ കണ്ടോ. അപ്പം മാരുതിയുടെ അതിൻ്റെ പിന്നാലെ പോവുകയാണെന്നൊക്കെ ആൾ പറയുന്നുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ. ഒളരിന്ന് റൈറ്റ് സൈഡിൽ കട്ട് ചെയ്ത് വരുന്ന വഴിയാണ്. ഇത് ഗവൺമെൻറ് സ്കൂളാണ്, ഒളരിക്കാരെ സ്കൂളാണിത്. ഇപ്പുറത്തെ സൈഡും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹരിതസേനയുടെ ആ ചേച്ചിമാർക്ക് ഒരു അപ്രീഷിയേഷൻ, അല്ലെങ്കിൽ അവരെ നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയും കെയർ കൊടുത്തുകൊണ്ട് അവരവിടെ വളർത്തി നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചെടികളുടെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. കാരണം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയധികം നല്ല മനോഹരമാണ് ആ ഒരു കാര്യം കാണാൻ. നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് റിലാക്സ് ആവും ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. എനിക്കത് എത്രത്തോളം മോനാണ് എടുക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മോൻ ഇപ്പുറത്തെ സൈഡ്, അത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരുന്നത്. അതിൽ കുറച്ച് ഭാഗം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുപ്പിച്ചിട്ടുണ്ട്. ഇതാണ്ടോ, ഇത് നമ്മുടെ ലിറ്റിൽ കീഴിലെ ആ സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി നെക്സ്റ്റ് വീഡിയോസിൽ ഇത് നന്നായി ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ അപാകതകളും ഉണ്ട് ഞങ്ങളുടെ വീഡിയോസിന്. അപ്പോൾ കാണുന്ന എല്ലാവരും ക്ഷമിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന അവിടെ നമ്മുടെ അവിടെയും പൂരം ഉണ്ടായിരുന്നു. അപ്പോൾ പൂരം കഴിഞ്ഞു, അവിടെ റീമീറ്റോമിയൊക്കെ വന്നിരുന്നു കേട്ടോ. എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റീമീറ്റോമി വന്നിരുന്നു, പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നൊരു വഴിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ വിഷുവിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ, ഹരിതസേനയുടെ ആൾക്കാർ രണ്ട് സൈഡും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുട്ടിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ, താങ്ക് യു.